നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. കോട്ടയം ഏറ്റുമാനൂരിൽ അഭിഭാഷകയും മക്കളും ആത്മഹത്യ ചെയ്ത സംഭവം. ഈ സംഭവവുമായി ബന്ധപ്പെട്ടുള്ള കുടുംബത്തിന്റെ, അതായത് ജിസ്മോളുടെ കുടുംബത്തിന്റെ തുടർ നിലപാടുകൾ എന്താണ് എന്നാണ് ഇനി അറിയേണ്ടതായിട്ടുള്ളത്. ജിസ്മോളുടെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട് ഗാർഹിക പീഡനത്തിന് പരാതി നൽകാനുള്ള സാധ്യത ഉണ്ടോ, കുടുംബം അത്തരത്തിലൊരു നീക്കത്തിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ടോ എന്നതടക്കമുള്ള ചോദ്യങ്ങൾ ശക്തമാവുകയാണ്. പിതാവും സഹോദരനും ഏറ്റുമാനൂർ പോലീസിൽ പരാതി നൽകാനുള്ള സാധ്യത തള്ളിക്കളയാനാകില്ല. അവരുടെ നിലപാട് ഈ കേസിൽ ഏറ്റവും നിർണായകമായി മാറുകയാണ്. കുടുംബ പ്രശ്നങ്ങൾ ചൂണ്ടിക്കാട്ടി ഗാർഹിക പീഡനം ഉൾപ്പെടെ പരാതിയിൽ ഉന്നയിക്കാനുള്ള സാധ്യതകൾ കൂടുതലാണ്. അമ്മയുടെയും മക്കളുടെയും സംസ്കാരം സംബന്ധിച്ച കാര്യങ്ങളിലും ഇന്ന് തീരുമാനമുണ്ടാകും. ചില മൊഴികൾ നൽകിയിട്ടുണ്ട്, പക്ഷെ ചില കേട്ടുകേൾവിയുടെ അടിസ്ഥാനത്തിലുള്ള മൊഴികളാണ് അതെല്ലാം. എന്തായാലും ജിസ്മോളുടെ പിതാവും സഹോദരനും ഇന്ന് കേരളത്തിലെത്തും. ഇവരുടെ നിലപാട് ഇക്കാര്യത്തിൽ വളരെ നിർണായകമാണ്. ഉച്ചയോടെ അവർ പാലായിലെത്തുമെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഒരു പക്ഷേ പാലാ പോലീസ് നേരിട്ട് അവരുടെ മൊഴി രേഖപ്പെടുത്തും. കുടുംബത്തിനെതിരെ എന്തെങ്കിലും ആരോപണങ്ങൾ ഉണ്ടെങ്കിൽ, അതായത് ഭർത്തൃ വീട്ടുകാർക്കെതിരെ എന്തെങ്കിലും ആരോപണം ഉണ്ടെങ്കിൽ അതനുസരിച്ച് ഭർത്തൃപീഡനം അടക്കമുള്ള വകുപ്പുകൾ ചുമത്താനുള്ള സാധ്യത, മാത്രമല്ല ഒരു ആത്മഹത്യാ പ്രേരണ അത്തരത്തിൽ എന്തെങ്കിലും ഉണ്ടോ എന്ന കാര്യത്തിലൊക്കെ ഒരു വ്യക്തത വരേണ്ടതായിട്ടുണ്ട്. കുടുംബത്തിന്റെ നിലപാട് വളരെയധികം ശ്രദ്ധേയമാണ്, ഗൗരവകരം തന്നെയാണ്. ഈ കാര്യത്തിൽ അന്തിമമായ വ്യക്തത വരേണ്ടതും കുടുംബത്തിന്റെ നിലപാട് അനുസരിച്ചാണ്. ആത്മഹത്യാ പ്രേരണ അടക്കമുള്ള വകുപ്പുകൾ അതിൽ ചേർത്തുകൊണ്ട് അന്വേഷണം നടത്താനുള്ള സാധ്യതയും തള്ളിക്കളയാനാകില്ല. കുടുംബത്തിന്റെ നിലപാടനുസരിച്ചാണ് കൂടുതൽ നീക്കങ്ങളിലേക്ക് പോലീസ് കടക്കുന്നത്. അടുത്ത ബന്ധുക്കൾ നൽകുന്ന സൂചന അനുസരിച്ച് ഇവർക്ക് പരാതികൾ ഉണ്ട് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും വ്യക്തത വരേണ്ടതായിട്ടുണ്ട്. ഒപ്പം തന്നെ വളരെ പ്രധാനപ്പെട്ടതാണ് എവിടെയാണ് ഇവരുടെ സംസ്കാരം നടക്കേണ്ടത് എന്നുള്ളത്. നീരിക്കാട് പള്ളി, അതായത് ഭർത്താവിൻ്റെ പള്ളി നീരിക്കാട് പള്ളിയാണ്. ജിസ്മോളുടെ പള്ളി വള്ളിച്ചിറയിലാണ്. എവിടെയാണ് സംസ്കാരം നടത്തേണ്ടത് എന്ന കാര്യത്തിൽ വീട്ടുകാർ സംസാരിച്ചൊരു തീരുമാനത്തിലെത്തും. എന്തായാലും ഇത്തരത്തിൽ കുറേ കാര്യങ്ങളിലൊക്കെ വ്യക്തത വരേണ്ടതായിട്ടുണ്ട്. മാത്രമല്ല ജിസ്മോളുടെ മരണത്തിൽ പ്രതികരിച്ച് മുൻ സഹപ്രവർത്തകർ, അതായത് പഞ്ചായത്ത് ഈ ജിസ്മോൾ പ്രവർത്തിച്ചിട്ടുണ്ട്, പഞ്ചായത്ത് അധികൃതരും സഹപ്രവർത്തകരുമൊക്കെ ജിസ്മോളെക്കുറിച്ചുള്ള ഓർമ്മകളൊക്കെ പങ്കുവയ്ക്കുകയാണ്. ജിസ്മോളെക്കുറിച്ച് അവരുടെ പ്രതികരണം ഇപ്രകാരമാണ്: വളരെ പെട്ടെന്നാണ് ഈ മരണമുണ്ടായത്, പ്രതീക്ഷിക്കാത്ത ഒരു സംഭവം. ജിസ്മോളുടെ മരണത്തിൽ അക്ഷരാർത്ഥത്തിൽ നടുങ്ങിയിരിക്കുകയാണ്. വളരെ നടുക്കത്തോടെയാണ് ഈ വാർത്ത കേട്ടത്. പഞ്ചായത്തിൽ 2.5 വർഷത്തോളം ജോലി ചെയ്തിട്ടുണ്ട്. വളരെ ആക്റ്റീവായിട്ടുള്ള ഒരാളായിരുന്നു. പഞ്ചായത്ത് കാര്യങ്ങൾ വളരെ സജീവമായി ഇടപെട്ടുകൊണ്ടിരുന്ന വ്യക്തിയായിരുന്നു ജിസ്മോൾ. പാർട്ടിപരമായ കാര്യങ്ങളും സജീവമായി നിലനിന്നിരുന്നു. പഞ്ചായത്ത് കേസുകളിലൊക്കെ സജീവമായി ഇടപെടുമായിരുന്നു. എല്ലാ കാര്യങ്ങളും നല്ല ഭംഗിയായി നിർവഹിക്കുമായിരുന്നു. വ്യക്തിപരമായ കാര്യങ്ങൾ അങ്ങനെ ഒന്നും സംസാരിച്ചിട്ടില്ല. ഇത്തരത്തിലൊരു മരണത്തിലേക്ക് നയിക്കപ്പെടാൻ മറ്റെന്തെങ്കിലും കാരണമുണ്ടോ എന്ന കാര്യത്തിലൊന്നും ഒരു വ്യക്തത ഇല്ല എന്നതടക്കമുള്ള പ്രതികരണമാണ് സഹപ്രവർത്തകർ നടത്തിയിരിക്കുന്നത്. അതേസമയം ഈ സംഭവവുമായി ബന്ധപ്പെട്ട് പ്രാഥമിക പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്തു വന്നിട്ടുണ്ട്. മരണകാരണം ശ്വാസകോശത്തിൽ വെള്ളം നിറഞ്ഞതാണെന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ വ്യക്തമാകുന്നത്. ഏറ്റുമാനൂർ സ്വദേശി ജിമ്മിയുടെ ഭാര്യ ജിസ്മോൾ തോമസ്, മക്കളായ നേഹ, പുന്നു എന്നിവരായിരുന്നു മരിച്ചത്. ജിസ്മോളുടെ കയ്യിലെ ഞരമ്പ് മുറിഞ്ഞിട്ടുണ്ടായിരുന്നു. ജിസ്മോളുടെ നടുവിന് പുറത്ത് മുറിവുണ്ടായിരുന്നു. മക്കൾ 2 ഉള്ളിൽ അണുനാശിനിയുടെ അംശവും കണ്ടെത്തിയിട്ടുണ്ട്. ആറ്റിൽ ചാടുന്നതിന് മുമ്പ് ജിസ്മോള് മക്കൾക്ക് വിഷം നൽകിയിരുന്നു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. സംഭവത്തിൽ അസ്വാഭാവിക മരണത്തിന് പോലീസ് കേസെടുത്തു. മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ പോസ്റ്റ്മോർട്ടത്തിന് ശേഷം 3 മൃതദേഹവും പാലായിലെ സ്വകാര്യ ആശുപത്രിയിലെ മോർച്ചറിയിലേക്ക് മാറ്റിയിരുന്നു. പോലീസ് പറയുന്നതനുസരിച്ച് സ്കൂട്ടറിൽ മക്കളോടൊപ്പം എത്തിയ ജിസ്മോൾ സ്കൂട്ടർ റോഡരികിൽ നിർത്തിയിട്ട ശേഷം ആറുമാനൂർ പള്ളിക്കുന്ന് കടവിൽ നിന്ന് ആറ്റിലേക്ക് ചാടുകയായിരുന്നു എന്നാണ്. അധികം ആഴവും ഒഴുക്കുമുള്ള അപകട മേഖലയാണ് ഇവിടം. 50 മീറ്ററോളം അകലെ വെള്ളത്തിലൂടെ ഒഴുകി വരുന്ന മൃതദേഹങ്ങൾ കണ്ട നാട്ടുകാരാണ് രക്ഷാപ്രവർത്തനം നടത്തിയത്. മറുകരയിൽ ജിസ്മോളുടെയും മൃതദേഹം കണ്ടെത്തി. 3 പേരെയും കരയിലെത്തിച്ച് ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി, പക്ഷേ ജീവൻ രക്ഷിക്കാൻ സാധിച്ചില്ല. ജിസ്മോളുടെ വീട്ടിലെ ഫാനിന്റെ ലീഫ് വളഞ്ഞിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ തൂങ്ങി മരിക്കാനുള്ള ശ്രമം നടത്തി എന്ന സംശയം ശക്തമാണ്. മെഡിക്കൽ കോളേജ് ആശുപത്രിയിലായിരുന്നു പോസ്റ്റ്മോർട്ടം നടപടികൾ നടന്നത്. 3 മൃതദേഹവും പാലായിലെ സ്വകാര്യ ആശുപത്രിയിൽ മോർച്ചറിയിലേക്ക് മാറ്റി. സംസ്കാരം പിന്നീട് നടക്കുമെന്നും അറിയിച്ചിട്ടുണ്ട്. കോട്ടയം ആർഡിഒയുടെ നേതൃത്വത്തിലാണ് ജിസ്മോളുടെയും മക്കളായ നേഹയുടെയും നോറയുടെയും മൃതദേഹം പോസ്റ്റ്മോർട്ടം ചെയ്തത്. ഏകദേശം 4.5 മണിക്കൂറോളം നീണ്ടുനിന്നതായിരുന്നു നടപടി. പോസ്റ്റ്മോർട്ടത്തിലെ പ്രാഥമിക വിവരം അനുസരിച്ച് 3 പേരുടെ ശ്വാസകോശത്തിൽ വെള്ളം നിറഞ്ഞിട്ടുണ്ട്. അതാണ് മരണത്തിലേക്ക് നയിച്ചത്.
ആറ്റിൽ ചാടുന്നതിന് മുമ്പ് ജിസ്മോൾ മക്കൾക്ക് വിഷം നൽകിയിരുന്നോ എന്നതടക്കമുള്ള സംശയം ശക്തമാണ്. അസ്വാഭാവിക മരണത്തിന് കേസെടുത്താണ് പോലീസ് അന്വേഷണം നടത്തുന്നത്. ചൊവ്വാഴ്ച രാവിലെ വീട്ടുജോലിക്കാരി വീട്ടിലെത്തിയിരുന്നു. അവരെ പറഞ്ഞയച്ച ശേഷമായിരുന്നു ഈ സംഭവങ്ങളൊക്കെ നടന്നത്. വീട്ടിൽ ആത്മഹത്യാ ശ്രമം നടത്തി അത് പരാജയപ്പെട്ടതിന് പിന്നാലെയാണ് ജിസ്മോൾ 2 മക്കളെയും കൂട്ടി പള്ളിക്കുന്ന് കടവിലെത്തി മീനച്ചിലാറ്റിൽ ചാടി ജീവനൊടുക്കിയതെന്നാണ് പോലീസ് പറയുന്നത്. മുത്തോലി ഗ്രാമപഞ്ചായത്ത് മുൻ പ്രസിഡന്റാണ് ജിസ്മോൾ തോമസ്. ഹൈക്കോടതിയിലും പാലാ കോടതിയിലും അഭിഭാഷകയായി പ്രവർത്തിക്കുകയായിരുന്നു. കുടുംബ പ്രശ്നങ്ങൾ ജിസ്മോളെ അലട്ടിയിരുന്നു എന്നാണ് പുറത്തുവരുന്ന വിവരങ്ങൾ സൂചിപ്പിക്കുന്നത്. സംഭവത്തിൽ വിശദമായ അന്വേഷണം നടത്തുമെന്ന് പോലീസ് അറിയിച്ചു. മുത്തോലി പഞ്ചായത്ത് മുൻ അംഗമായിരുന്ന ജിസ്മോൾ 2019-2020 കാലയളവിൽ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റായും പ്രവർത്തിച്ചിട്ടുണ്ട്. ജിസ്മോളുടെ ഭർത്താവിൽ നിന്നും മാതാപിതാക്കളിൽ നിന്നും പോലീസ് മൊഴിയെടുക്കുകയാണ്. സംഭവത്തിൽ ഇതുവരെയും വ്യക്തത കൈവന്നിട്ടില്ല. ബന്ധുക്കളും നാട്ടുകാരും സംഭവത്തിന്റെ ഞെട്ടലിലാണ്. കുട്ടികൾക്ക് വിഷം നൽകി കയ്യിലെ ഞരമ്പ് മുറിച്ചാണ് പുഴയിൽ ചാടിയത്. ഉച്ചയ്ക്ക് 1 മണിക്ക് മുമ്പാണ് പുഴയിൽ ചാടിയിരിക്കുന്നത്. പോലീസ് സ്ഥലത്തെത്തി മറ്റ് നടപടികളൊക്കെ സ്വീകരിച്ചിരുന്നു. ഭർത്താവിൻ്റെ അമ്മയ്ക്ക് അർബുദ ചികിത്സയുമായി ബന്ധപ്പെട്ട് വീട്ടുകാർ ആശുപത്രിയിൽ പോയിരുന്നു. അവർ എത്തുന്നതിന് മുൻപാണ് ആത്മഹത്യ നടന്നത്. കുടുംബപരമായോ വ്യക്തിപരമായോ എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന കാര്യത്തിൽ ഇതുവരെയും ഒരു വ്യക്തത വന്നിട്ടില്ല. സ്കൂട്ടറിലാണ് മൂവരും പുഴയുടെ കരയ്ക്കെത്തിയത്. ആഴമുള്ള സ്ഥലമായതിനാൽ പെട്ടെന്ന് രക്ഷാപ്രവർത്തനം നടത്തിയെങ്കിലും അതീവ ഗുരുതരാവസ്ഥയിലായിരുന്നു മൂവരെയും കരയ്ക്കെത്തിച്ചത്. സ്കൂട്ടറിൽ മക്കളുമായി എത്തിയ ജിസ്മോൾ മീനച്ചിലാറിന്റെ സംരക്ഷണ വേലി കടന്ന് ആഴം കൂടിയ അപകട മേഖലയായ പുളിങ്കുന്ന് കടവിലേക്ക് ഇറങ്ങുകയായിരുന്നു. ഇവർ ഇറങ്ങിപ്പോകുന്നത് മറ്റാരും കണ്ടിരുന്നില്ല. ഉച്ചയ്ക്ക് ശേഷം ഏറ്റുമാനൂർ പേരൂർ കണ്ണമ്പുര കടവിലാണ് ഒഴുകിയെത്തുന്ന നിലയിൽ കുട്ടികളെ ആദ്യം കണ്ടത്. 2 കുട്ടികളെയും കരയ്ക്കെത്തിച്ച് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഇതോടെ നാട്ടുകാർ ചേർന്ന് തിരച്ചിൽ നടത്തി. ഈ സമയത്ത് ജിസ്മോളെ ആറുമാനൂർ ഭാഗത്തു നിന്ന് നാട്ടുകാർ കണ്ടെത്തുകയായിരുന്നു. എന്തായാലും കോട്ടയം ഏറ്റുമാനൂരിൽ ഷൈനി മക്കളും ഇത്തരത്തിൽ ആത്മഹത്യ ചെയ്ത സംഭവം അതിന്റെ ഒരു മുറിവുണങ്ങുന്നതിന് മുൻപെയാണ് ഇത്തരത്തിൽ ജിസ്മോളും മക്കളും ആത്മഹത്യയിലേക്ക് നയിക്കപ്പെട്ടത്. തീർച്ചയായിട്ടും ഷൈനിയുടെയും മക്കളുടെയും ആ ഒരു ആത്മഹത്യ കേരളം ഒന്നടങ്കം നടുങ്ങിയതാണ്, ചർച്ച ചെയ്തതാണ്. അതായത് വീട്ടിലെ പ്രശ്നങ്ങൾ, ആ എല്ലാ കാരണങ്ങൾ കൊണ്ട് ആ മക്കളുമായിട്ട് ഷൈനി എന്ന ആ മാതാവ് ഈ മക്കളുമായിട്ട് റെയിൽവേ ട്രാക്കിൽ പോവുകയും 3 അമ്മയും മക്കളും റെയിൽവേ ട്രാക്കിൽ ഒന്നിച്ചിരുന്നാണ് ഈ ഒരു ട്രെയിന് മുന്നിലേക്ക് ചാടിയത്. എന്തായാലും ആ വാർത്തയൊന്നും നമ്മൾ ഒരുപാട് ചർച്ച ചെയ്തു. നമ്മൾ ഒരുപാട് കാര്യങ്ങൾ, അതായത് ഷൈനി ഒരു ജോലിക്കായിട്ട് മാത്രമല്ല ഈ സാഹചര്യങ്ങളോട് കുടുംബ പ്രശ്നങ്ങൾ ഒരുപാട് ഉണ്ടായിരുന്നു. അപ്പോൾ ഇതിനോടെല്ലാം പടവെട്ടാൻ തീരുമാനിച്ച വ്യക്തിയായിരുന്നു. പക്ഷേ എവിടെയൊക്കെയോ വഴുതിപ്പോയി, എവിടെയൊക്കെയോ പരാജയപ്പെട്ടു പോയി. അപ്പോൾ ഭർത്താവുമായി ഈ ആത്മഹത്യ ചെയ്യുന്നതിന് തലേദിവസം ഭർത്താവുമായി വാക്കുതർക്കം ഉണ്ടാകുന്നു എന്നതടക്കമുള്ള ആരോപണങ്ങളൊക്കെ ശക്തമായിരുന്നു. ഒടുവിൽ ഭർത്താവ് നീ പോയി ചാകുന്നെങ്കിൽ ചാകൂ എന്ന അത്തരത്തിലൊരു പ്രതികരണം നടത്തി എന്നതടക്കമുള്ള ആരോപണങ്ങളൊക്കെ ശക്തമായിരുന്നു. അങ്ങനെയാണ് മക്കളുമായി ഈ മരണത്തിലേക്ക് അല്ലെങ്കിൽ ആത്മഹത്യയിലേക്ക് നയിക്കപ്പെട്ടത് എന്നതടക്കമുള്ള ആരോപണങ്ങളൊക്കെ ശക്തമായിരുന്നു. മാത്രമല്ല ഇത് ജോലി കിട്ടിയില്ല, അതുമാത്രമല്ല കുടുംബ പ്രശ്നങ്ങൾ ഒരുപാട് നേരിട്ടിരുന്നു. ഈ ഒരു സാഹചര്യത്തിലായിരുന്നു ഈ ഷൈനി മക്കളുമായി മരണത്തിലേക്ക് നയിക്കപ്പെട്ടത്. അത് കോട്ടയത്ത് തന്നെയാണ് ഈ സംഭവം നടന്നത്. ഇത്തരത്തിൽ ഈ ഒരു സംഭവത്തിൻ്റെ മുറിവ് ഉണങ്ങുന്നതിന് മുൻപാണ് കോട്ടയം ഏറ്റുമാനൂരിൽ നിന്ന് ജിസ്മോളുടെയും മക്കളുടെയും ആത്മഹത്യാ വാർത്ത വരുന്നത്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.